ഹലോ. ഇന്ന് ശാസ്ത്രമേളയാണേ കുഞ്ഞിൻ്റെ സ്കൂളിൽ. അവൾ 3ലാ പഠിക്കുന്നേ. അപ്പോൾ പാഴ്വസ്തുക്കൾ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ള ആക്രി കുപ്പിയെല്ലാം വാരി പെറുക്കിക്കൊണ്ട് വന്നതാണേ. ഇങ്ങനെ കുറച്ചൊക്കെ യൂട്യൂബും നോക്കിയിട്ട് ഏതാണ്ടൊക്കെ മനസ്സിലാക്കി. ഞാൻ പിന്നെ കൂടെ പോയി പറഞ്ഞു കൊടുത്ത്. ചെയ്തതൊക്കെ തന്നെ അവളാ. പിന്നെ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് അങ്ങനെ കുപ്പി ഒരു 2 കുപ്പി എടുത്ത് അത് കട്ട് ചെയ്ത് അതിനെ പൂ പോലെ ഷോ പീസ് പോലെ ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുവാണേ. അപ്പം ഏകദേശം അവളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൾ ട്രൈ ചെയ്തു. ഞാൻ പിന്നെ അടുത്തിരുന്ന് ഓരോന്ന് പറഞ്ഞൊക്കെ കൊടുത്തു. അങ്ങനെ 2 കുപ്പി എടുത്ത് കീറി ആ ഒരു ട്രീ പോലെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഉണ്ടാക്കി വന്നപ്പോൾ വേറെ ഏതാണ്ട് ഒരു സാധനമായി. അപ്പം ഞാൻ പറഞ്ഞു, "ആ കുഴപ്പമില്ലടി, കൊള്ളാം, അടിപൊളിയാന്ന്" പറഞ്ഞ് അങ്ങനെ സമാധാനപ്പെടുത്തി വിട്ടു. അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. അവൾ പറഞ്ഞു, "ഞാൻ ഉദ്ദേശിച്ചത്ര വന്നില്ല അമ്മ" എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, "കുഞ്ഞല്ലേ, ഇപ്പം നീ ഇത്രയൊക്കെ ഒപ്പിച്ചില്ലയോ, അങ്ങനെയൊക്കെ അങ്ങ് പഠിച്ചോളൂ" എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. പറഞ്ഞു, "അമ്മ ഞാനുണ്ടാക്കുന്ന വീഡിയോ ഇടണേ, അല്ലെങ്കിൽ ടീച്ചർ പറയും അമ്മ ഉണ്ടാക്കി തന്നെയാണെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചേ." അങ്ങനെ ഏകദേശം ഒരു സാധനം ഉണ്ടാക്കിയെടുത്ത് ക്രിസ്മസ് ട്രീ പോലൊക്കെ ഇരുന്നു. പിന്നെ അതിനെ ഇനി മുത്തൊക്കെ വാരി നിറയ്ക്കണമെന്ന് പറഞ്ഞ് പഴയ മാലയും മുത്തും ഒക്കെ പറക്കാൻ പോയി. അതൊക്കെ കൊണ്ടുവന്ന് വാരിയിട്ട് ഒരു ഷേപ്പാക്കി വെച്ച്. അന്നേരം കൊണ്ട് നടുക്ക് പൂവില്ലെന്ന് പറഞ്ഞ് പണ്ട് ഇളകിപ്പോയ സ്ലൈഡിൻ്റെ പൂവും പറക്കിക്കൊണ്ട് വന്ന്. പിന്നെ ഇതിൽ അക്രലിക് പെയിൻ്റ് ഉണ്ടായതുകൊണ്ട് അതെടുത്ത് അവിടെ ഇവിടെയൊക്കെ കുത്തും കോമയൊക്കെ ഇട്ട് അലങ്കാരപ്പണി നടത്തുക. പിന്നെ അവിടെ ഒരു ബിയർ കുപ്പി അവിടെ അയ്യത്ത് കിടന്ന് അതും പറക്കിക്കൊണ്ട് വന്ന് കഴുകി അതിനകത്ത് ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ടിരുന്ന് വട്ടവും പൂവും കുത്തും ഒക്കെ വരയ്ക്കുക. ഞാൻ പറഞ്ഞു, "എന്തെങ്കിലും ചെയ്യേ, നിനക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ" പറഞ്ഞ് പ്രോത്സാഹനമൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ തോന്നുന്ന പോലെയൊക്കെ കാണിച്ച് വെച്ച് പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ചിരട്ടയും വാരിക്കൊണ്ട് വന്ന് അതിനും കളറടിച്ച് ഒക്കെ വീഡിയോ നോക്കി പഠിച്ചതാണ്. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്ത് വെച്ചത്. ഇത്രയൊക്കെ ഏകദേശമൊക്കെ ഒരു ദിവസം കൊണ്ട് ഒപ്പിച്ച് പറക്കിയൊക്കെ വെച്ചു. ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുക. പിന്നെ നമുക്ക് ഇത് പോരാന്ന്, ഇനി ചാർട്ടിനകത്തൂടെയുള്ള പണിയും കൂടെ വേണമെന്ന്. അപ്പോൾ ചാർട്ട് വാങ്ങിയാൽ രാത്രിയേ ആവത്തുള്ളൂ. അപ്പോൾ രാത്രി ആയപ്പോഴാണ് ചാർട്ട് കിട്ടിയത്. പിന്നെ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തി പേരൊക്കെ എഴുതുക സ്വന്തമായിട്ട്. സ്വന്തമായിട്ടാണ് ചെയ്തത് മൊത്തമാണ്. ഞാനൊന്നും ഹെൽപ്പൊന്നും ചെയ്തില്ല. പറഞ്ഞു കൊടുത്തു എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം അവൾ തന്നെ ചെയ്തതാണ്. അതാ ഈ വരയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എന്നാലും അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്.